ഹായ് കൂട്ടുകാരെ, ഇന്നപ്പോൾ വൈകിട്ടത്തെ ഡിന്നറിന് ചോറിൻ്റെ കൂടെ നല്ല രസം വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രസത്തിനുള്ളതൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ 2 വറ്റൽമുളകും കുറച്ച് മല്ലിയും പിന്നെ ഒരു 3-4 വെളുത്തുള്ളി കേട്ടോ. 3-4 അല്ലിയേ ഉള്ളൂ കേട്ടോ. 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ ജീരകവും. ഇത്രയും നമ്മൾ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കത്തുള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങ് പൊടിയരുത്, പൊടിഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് ഇല്ല. ചെറുതായിട്ട് ഒന്ന് ഞാൻ പൊടിച്ചിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ 2 തക്കാളിക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പുളി അത് ഓരോരുത്തർക്ക് ആവശ്യത്തിനല്ലേ എല്ലാവരും എടുക്കുന്നത് പുളി. നമുക്കിവിടെ ഒത്തിരി പുളി ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഇച്ചിരി ഏറെ പുളി എടുത്തിട്ടുണ്ടായിരുന്നു. അത് ആദ്യം കുതിർത്തതിന് ശേഷം ആ വെള്ളത്തിലോട്ട് തന്നെ, അപ്പോൾ കുറച്ചേറെ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഞാൻ ഇതോടെ 2 തക്കാളിക്ക നന്നായിട്ട് കണ്ടോ, നന്നായിട്ട് അതൊന്ന് കൈ കൊണ്ട് ഞെരിടിയിട്ടിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മിക്സിയിലല്ല ചെയ്തത്, കൈ കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമായിരുന്നു. പിന്നെ അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇനി ഇത് നമ്മൾ കടുക് വറുക്കാൻ പോകുന്നു. എന്നിട്ട് കടുക് വറുത്തിട്ട് നമ്മൾ പിന്നെ ഈ പുളിവെള്ളം ഈ മിക്സ് ചെയ്തേക്കുന്ന അതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് ഞങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ കൂട്ടുകാരെ നോക്കി, ഞാൻ കടുക് വറക്കുക കേട്ടോ. കടുക് വറക്കുന്ന കടുക് ഇടുന്നില്ല, ജസ്റ്റ് നമ്മുടെ ഇത് ചീനിച്ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ പൊടിച്ച് വെച്ചില്ലേ, അത് ഇതിലോട്ട് ഇടുവാണേ. അപ്പോൾ ഇതിങ്ങനെ കടുക് വറത്തില്ലേ, അത് ഒത്തിരി ഇങ്ങനെ ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ട് അതിൻ്റെ ഒരു കളർ മാറിയാൽ മതി, ഒത്തിരി കളർ മാറണ്ട, ചെറുതായിട്ടൊന്ന് ഇതായാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഒഴിക്കാൻ പോകാം. ഇത് ഒഴിച്ചു. ഇനിയും അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത് ഞാൻ കുറച്ച് വെള്ളമേ ഉള്ളൂ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് പിന്നെ ആവശ്യത്തിന് ചേർക്കണേ. ഉപ്പ് ഞാൻ ലാസ്റ്റിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് കായപ്പൊടി കേട്ടോ. കായപ്പൊടി ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. പൊടിയാണ്, കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി നമ്മൾ ലാസ്റ്റിലേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. കായപ്പൊടി ലാസ്റ്റിൽ കുറച്ചിട്ട് കൊടുത്തു. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യും. അപ്പോൾ രസമായിട്ടുണ്ട് കൂട്ടുകാരെ കേട്ടോ. നമ്മൾ ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലൂടെ ഇതിന് മുകളിൽ വിതറുക. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഒരു കുക്കിംഗ് ചാനലിൽ കണ്ട കേട്ടോ, രസത്തിൻ്റെ ഒരു റെസിപ്പി കണ്ടു. പിന്നെ അവർ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളം അതിലോട്ട് ഒഴിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ അങ്ങനെ ട്രൈ ചെയ്തായിരുന്നു ഇതിന് മുമ്പ്. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. അപ്പം അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ഗ്യാസ് ഓഫ് ചെയ്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം, അതായത് 1/4 ഗ്ലാസ്സിലും താഴെ നമ്മളൊന്ന് ഒഴിക്കുക ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം. അപ്പോൾ പിന്നെ മല്ലിയിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട്. അതങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.